നിരാളി ചെമ്പല്ലി ജീവണ്ടല്ലോ. ഉടുമ്പ പിന്നെ കുറേ സമയം എടുക്കല്ലോ അല്ലേ? പോന്നു എനിക്ക് ജീവനുള്ളുണ്ട്. ഇന്ന് ഫുള്ള് ഉടുമ്പ തന്നെയല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയപ്പേട്ടുള്ള പുതിയപ്പ ഹാർബറിലെ കുറച്ച് കാഴ്ചകൾക്ക് രാവിലെ തന്നെ എത്തിയതാണ്. നമുക്ക് പോയി നോക്കാം. നല്ല കൂന്തളോ അങ്ങനത്തെ വലിയ മീനുകളൊക്കെ ഉണ്ടാവും. ഫ്രഷ് മീൻ കിട്ടും. അപ്പോൾ കാഴ്ചകൾ ഇവരല്ലേ. അപ്പോൾ എല്ലാവരും ചാനൽ കാണാത്തവരൊക്കെ ഉണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടോളൂ കേട്ടോ. അപ്പോൾ വേഗം വന്നോളുന്നത്. അപ്പോൾ നമ്മളെ കോഴിക്കോടുള്ള പുതിയാപ്പ ഫിഷിംഗ് ഹാർബർ കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് ഇവിടുത്തെ മീൻ എന്തൊക്കെയാണ് ഉള്ളത് നോക്കാം. ഫ്രഷ് മീനൊക്കെ കിട്ടുന്ന സ്പോട്ടാണ്. അപ്പോൾ നേരെ കയറി നോക്കാം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മൾ തോണിക്കാരൊക്കെ എടുക്കുന്നൊരു സ്പോട്ടാണ്. അപ്പോൾ അവിടെ നല്ല ചെമ്മീനൊക്കെ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് നമുക്ക് ഉള്ളിലേക്ക് പോകാം കേട്ടോ. അപ്പോഴാണ് ഒരാൾ പറഞ്ഞ വലിയ തെരണ്ടി വരുന്നുണ്ട് പോയി നോക്കുന്നത്. അപ്പം പോയി നോക്കാൻ അടിപൊളി ഒരു തെരണ്ടിക്ക് വന്നൊരു 10-70 കിലോ ഒക്കെ ഉണ്ടാവില്ലേ. അതിങ്ങനെ കൊണ്ടുവന്ന് കാണിച്ചു തരാം. അതൊന്ന് കണ്ടാലും നിങ്ങൾക്ക് ബാക്കി കാണാം. പുള്ളിത്തരണ്ടി വാല് വരെ കട്ട് ചെയ്തിട്ടില്ല. നല്ല വലിയ സൈസ് സാധനം കണ്ടില്ലേ. ഒരു 10-70 കിലോ ഒക്കെ എന്തായാലും ഉണ്ടാവില്ലേ. ഇന്ന് കണ്ടമാൻ ആളുണ്ട് കേട്ടോ. ഞായറാഴ്ച ആയതുകൊണ്ടായിരിക്കും ഒരുപാട് നല്ല തിരക്കുണ്ട്. അതേപോലെ നല്ല മീനും ഉണ്ട്. ഇന്ന് നല്ല ഫ്രഷ് മീനുകൾ കുറേ ജീവനോട് കുറേ മീനാണ്. ഒക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ എക്സ്പോർട്ടിങ്ങിൻ്റെ ഏരിയയിലേക്ക് പോയി. ഇവിടെ അധികം നേരം വൈകിയാലുള്ള പ്രശ്നം ഇതൊക്കെ പെട്ടെന്ന് പോയിപ്പോൾ. അതുകൊണ്ട് ഒന്നും ഇങ്ങോട്ട് ചാടിയതാണ്. നമ്മളെ കൂന്തളൊക്കെ ഇല്ലേ, സ്ക്വിഡ് അങ്ങനത്തെ ഐറ്റംസൊക്കെ ഇവിടെ ഉണ്ടാവും. ചെറിയ നീരാളി അങ്ങനത്തെ ഐറ്റംസൊക്കെ ഈ ഭാഗത്തുണ്ട്. അപ്പോൾ അതൊന്ന് കാണാം. മറ്റേ പിന്നെ അവിടെ തന്നെ ഉണ്ടാവും. ഇത് പെട്ടെന്ന് അവർ ബോക്സ് ചെയ്ത് പോവും. അപ്പോൾ നമ്മൾ ഓൾറെഡി നേരം വൈകിട്ടുണ്ട്. ശരിക്കും 6 മണി 5 മണി സമയത്തൊക്കെ വരണം അതൊക്കെ കാണണമെങ്കിൽ. ഇതിപ്പം ഒരു കൂന്തൾ വേർതിരിക്കുക കേട്ടോ. വലിയ കൂന്തൾ അത് വേർതിരിക്കുന്ന പരിപാടി ഒക്കെ കഴിയാനായി. ഉണ്ടല്ലോ വേറെ ഒരു ടൈപ്പ് കൂന്തൾ, ചെറിയ നീരാളീനൊക്കെ കാണാൻ ക്യാമറയിൽ മനസ്സിലാവുന്നുണ്ടോ അറിയില്ല. ഒരുപാടൊന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് നല്ല ആൾക്കാരുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. നീരാളീനെ കാണിച്ചു തരാം. പിന്നെ വേറൊരു ടൈപ്പ് കൂന്തളതാ. പിന്നെ ഇത് ശരിക്കും 2-3 കിലോ ഒക്കെ ആകുന്ന ഒരു ടൈപ്പ് കൂന്തള കേട്ടോ. അത് ഇന്നിപ്പം ചെറുതാണ്. നേരത്തെ കയറ്റിപ്പോയെന്ന് പറഞ്ഞു നമ്മൾ എത്തുമ്പോഴത്തേക്ക്. കണ്ടില്ല ആ ഒരു മഷിയൊക്കെ ഇടുന്ന സാധനമല്ലേ. വലിയ ശരിക്കും നല്ല സൈസിലൊക്കെ കാണാറുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ പാക്കിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുക. അതൊക്കെ ഐസ് വിട്ട് ഇങ്ങനെ കയറ്റി വിടുകയാണ് ചെയ്യുക. ഈ ഒരു ഭാഗത്ത് അതിൻ്റെ പരിപാടിയാണ്. കണ്ടല്ലോ അതാണ് സാധനം. മകനെ ചെറിയ കച്ചവടം നടക്കുന്ന ഭാഗത്തേക്ക് ഒന്ന് പോയി നോക്കാം. നമുക്ക് അതെല്ലാം കാണണ്ടേ. അപ്പോൾ സൈഡിൽ കൂടെ ഇങ്ങനെ പോയിട്ടോ. ബോട്ടുകളൊക്കെ വന്നിട്ടുണ്ട്. ഇതുതന്നെ ഓരോ വളത്തിനുള്ള മീനൊക്കെയാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് മെല്ലെ ഇവിടുത്തെ പരിപാടി എത്താൻ നോക്കാം. നമുക്ക് കുറച്ച് കച്ചവടത്തിൻ്റെ കാഴ്ചകൾ കാണാം. ചെറിയ മീൻ നമുക്ക് ആവശ്യമുള്ള നാടൻ ലോക്കൽ സെയിലല്ലേ. അപ്പോൾ അതിൻ്റെ പരിപാടി. ഇപ്പം ഇന്ന് കുറേ ജീവനുള്ള മീനുണ്ട് കേട്ടോ. കോരപ്പുഴ പുഴ ആ ഭാഗത്തു നിന്നൊക്കെ വന്ന കുറേ കല്ലിനുള്ളിൽ നിന്ന് പിടിച്ച മീനൊക്കെ ഉണ്ട്. അതൊക്കെ കാണിച്ച് ഏരിയയൊക്കെ നല്ല ജീവനോടെ കിടക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് കാണാം.
എടുത്തോ ഓർഡർ ആവുമ്പോ 400 കഴിയോ രണ്ടാറ് തരാം ആയിക്കോറ 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 വന്നോ അപ്പോഴാണ് വേറൊരു തോണി വന്നിട്ട് പറഞ്ഞിട്ട് നമുക്ക് അതിലെന്താ ഉള്ളത് കൊഞ്ചൻ എന്ന ചെമ്മീനാണ് കൊഞ്ചൻ നമ്മളെ ചെമ്മീനാട്ടോ നല്ല പൂവാലൻ എന്ന് പറയുന്ന ചെമ്മീനില്ലേ ആ സാധനം തന്നെയാണ് എല്ലാം വരുന്ന തോണിയിലുള്ളത്. അപ്പോൾ ഇതിലെന്താ ഉള്ളതെന്ന് പോയി നോക്കിയിട്ട് ബാക്കി കാഴ്ചകളാണ് കേട്ടോ. ഞാൻ അങ്ങോട്ടുള്ള ഓട്ടമാണ് എന്തായാലും കൊഞ്ചൻ നല്ല ജീവനുള്ള പെട്ടയ്ക്കുന്ന കൊഞ്ചൻ കേട്ടോ, പെട്ടയ്ക്കുന്ന ചെമ്മീനാണ് എല്ലാത്തിലും. ഇതിലും ഞാൻ തോന്നുന്നു ചെറിയ ചെമ്മീൻ തന്നെ, എല്ലാത്തിനും ചെമ്മീനാണ്. നേരത്തെ ഒരു ബോട്ടിൽ കുറച്ച് നമ്മളെ ചരികൾ പോലത്തെ സാധനമൊക്കെ വന്നിരുന്നു, അത് പിടിയെടുക്കാൻ പറ്റിയില്ല, നല്ല തിരക്കായിപ്പോയി. അല്ലേ ജീവൻ പെട്ടയ്ക്കുന്ന ചെമ്മീൻ ഇതൊക്കെ സ്പോട്ട് അധികം മീൻ കച്ചവടക്കാരില്ലേ അവരാണ് ഇവിടുന്ന് വാങ്ങിയിട്ട് നമ്മളെ വീട്ടിലൊക്കെ കൊണ്ടുവരിക. അപ്പോൾ അവരെ തിരക്കാണ് കാണുന്നത്. നമുക്കും സാധാരണക്കാർക്കും വാങ്ങാം, തിരക്ക് ഞാൻ പറഞ്ഞതാണ്. ഒക്കെ അത്രയും ചെമ്മീനാണ്. അതിനിടയ്ക്ക് ചെറിയ നമ്മളെ കോരപ്പുഴ ഭാഗത്തു നിന്നൊക്കെ കല്ലിനുള്ളിൽ നിന്നൊക്കെ ചൂണ്ടലിട്ട് പിടിച്ചിട്ടൊക്കെ വരുന്ന ആൾക്കാർ ചെറിയ ചെറിയ തോണി അതും വേറെ വരും കേട്ടോ. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നല്ല ജീവനുള്ള മീൻ നമ്മളെ ഈ ഏരി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇല്ലേ അതൊക്കെ കാണാം. അപ്പോൾ ഒരു ടീം വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു, നമുക്കൊന്ന് പോയി നോക്കാം. ഇതിലും ചെമ്മീൻ തന്നെയാണ് ഉണ്ടല്ലോ, പെട്ടയ്ക്കുന്ന ചെമ്മീൻ എന്നൊക്കെ പറയില്ല, അത് ഇതാണ് സാധനം. ഓരോ വാങ്ങി വെച്ചാന്ന് തോന്നുന്നു, കട്ടിങ്ങിന് വെയിറ്റിംഗ് ആണ്. ഏതോ കല്യാണപ്പുറ ലേട്ടായിരിക്കും. എൻ്റെ ഇടയ്ക്ക് ഇതാ ഉടുമ്പെന്ന് ഒരുപാട് ഉടുമ്പസ്രാവ് എന്ന് അവിടെ ഇവിടെയൊക്കെ കാണുന്നുണ്ട്, നല്ലോണം കിട്ടിയിട്ട് വന്നു. പിന്നെ അങ്ങനെയൊന്നും ചാവില്ലല്ലോ, കുറേ സമയം ഇങ്ങനെ കിടക്കും. ഒരുപാട് അവിടെ ഇവിടെയൊക്കെ കണ്ട് സാധനം. അമൂർ ജീവനുള്ള അമൂർ ഒക്കെ ചൂണ്ടക്കാരെ സാധനം കേട്ടോ, ഉണ്ടല്ലേ. ഏരി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്, ഐലൻഡ് എല്ലാ സാധനങ്ങളും. അമൂറ്, സ്രാവുണ്ട് ഉണ്ടല്ലേ, ഏരി ജീവനോടുള്ളത്. അതൊക്കെ നമുക്ക് ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ വന്നാലേ കാണാൻ പറ്റുള്ളൂ. ഫ്രഷ് സാധനം വാങ്ങുക, വീട്ടിൽ കൊണ്ട് ഗ്രില്ല് ചെയ്ത് അടിക്കുക. ധാരാളിത് എടുത്തടിക്കുക ജീവൻ ഈ ഒരു സൈസ് അമൂറൊക്കെയല്ല ശരിക്കും നമുക്കൊരു വീട്ടിൽ കൊണ്ടുപോയി ഗ്രില്ല് ചെയ്യാനൊക്കെ പറ്റിയൊരു പാക സൈസായിരിക്കും. 1-2 കിലോ ഒക്കെ ഉണ്ടാവുള്ളൂ, 2-3 കിലോ ചെറുതുകൊണ്ട് അതിനൊക്കെ പറ്റിയ നല്ല ഫ്രഷ് സാധനം. ജീവനുണ്ട്, നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് അറിയില്ല. വേറൊരു കൊട്ട ഉടുമ്പ വന്നിരിക്കുന്നത് ഒക്കെ ചെയ്യ വെള്ളം ഉടുമ്പ. നല്ല അടിപൊളി കറി വെക്കില്ല സ്രാവ്, സ്രാവ് കറി വെക്കാൻ ടേസ്റ്റ്, നല്ല സാധനം. തോലൊക്കെ പൊളിച്ച് കറി വെക്കണമെന്നാണ്. പിന്നെ ചെറിയ ആഗോലി ഉണ്ട്, 250-250 റുപ്യ ആ റേഞ്ചിലൊക്കെ ആഗോലി ഉണ്ട്, ഞണ്ടുണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട്. പിന്നെ അയക്കോറക്കുട്ടി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. പുഴമീനും കടൽമീനും എല്ലാം കൂടെ ആയിട്ട് നല്ല തിരക്ക്. ഞായറാഴ്ച ആയതുകൊണ്ട് ഭയങ്കര റഷായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് മറ്റേ ഈ ഒരു സാധനം ചെമ്മീനല്ല നമ്മളെ കൂന്തലിൻ്റെ ഈ ഒരു സാധനം വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടൊന്ന് പോയാൽ കുറച്ച് നീരാളീൻ്റെ കുട്ടികൾ അതും ഇതൊക്കെ ഉണ്ട് കേട്ടോ.
അപ്പോൾ അതിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നീരാളിനെ കാണിച്ചു കേട്ടോ. അതാ കണ്ടതാ, നല്ല ഗ്രില്ല്, നല്ല ചെറുത്ത് കിട്ടിയ ഗ്രില്ല് നല്ല ടേസ്റ്റാണ്. അങ്ങനെ ഇഷ്ടംമാരുണ്ട്. ഇതൊക്കെ പുറത്തേക്ക് പോയി പോവാണ്, നമുക്കൊന്നും കിട്ടൂല. ഐസിട്ട് പാക്ക് ചെയ്ത് ഇങ്ങനെ വിട്ട് തന്നെ നമുക്കിങ്ങനെ പോകുമ്പോൾ കിട്ടിയാലായെന്നല്ലാണ്ട് നമ്മളെ ലോക്കൽ മാർക്കറ്റിൽ നിന്നൊന്നും കാണില്ലല്ലോ. ഒക്കെ പുറത്തേക്ക് സായിപ്പന്മാരും ചൈനയിലേക്കൊക്കെ പോകാമെന്നൊക്കെ അവർ പറഞ്ഞു. ഐസിട്ട് പാക്ക് ചെയ്ത് ഇങ്ങനെ വിട്ട്. പിന്നെ നമ്മളെ മീൻ കട്ടിങ്ങൊക്കെ കുറച്ച് കാണാം. ഇവിടെ ഉള്ളൊരു ഗുണം അതാട്ടോ, മീൻ വാങ്ങി കട്ട് ചെയ്ത് പല വൃത്തിയായി കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് ഇങ്ങനെ രാവിലെ തുടങ്ങുന്ന പരിപാടിയല്ല, ഇവരൊക്കെ ശീലമായത്. ഒരുപാട് പേര് 2-3-4 പേരിങ്ങനെ നിന്ന് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് കുറച്ച് കരിമീൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങോട്ട് പോയേക്കാണ്. കുറേ ചെറുതൊക്കെ ഇടുന്നോ പിടിച്ച് വന്നിട്ടുണ്ട്. ഫ്രഷ് ജീവനുള്ള തന്നെ അവർ സോർട്ട് ചെയ്യുകയാണ്. അതിൽ പ്രാച്ചി, കരിമീൻ, ചെറിയ ചെമ്പല്ലിക്കുട്ടി, ഏട്ട, അങ്ങനെ എല്ലാ സാധനവും ഉണ്ട്. അപ്പോൾ അവരാവശ്യമുള്ളവർ അങ്ങോട്ട് കൊണ്ട് സോർട്ട് ചെയ്തിട്ട് മീൻകാരെടുത്ത് പോകും, നമ്മളെ വീട്ടിലേക്ക് എത്തും. അതന്നെ പരിപാടി. കണ്ടില്ലേ, ചെറുതാണെന്നേ ഉള്ളൂ. ഒന്നായിട്ട് പിടിച്ച് വരുന്നതല്ലേ ഓരോ സ്ഥലത്ത്. അല്ല, ചെറിയ ചെമ്പല്ലിക്കുട്ടിയൊക്കെ ഇതാ ജീവനോടെ ഒക്കെ തട്ടിലേക്ക് എത്തി. ഞാൻ ഇവിടുന്ന് കച്ചവടം. പക്ഷെ വലിയ ചെമ്പല്ലി, ഇതൊക്കെ ഗ്രില്ല് ചെയ്യാൻ പറ്റിയ പാക സൈസാലേ. അമൂറുണ്ട്, ചെമ്പല്ലി ഉണ്ട്. അതിൻ്റെ ഇടയ്ക്കാണ് ഒരു കൊട്ട ഞണ്ട് വന്നു കേട്ടോ. അതും ജീവനോടെ ഞണ്ടൊക്കെ പായാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. ഇന്ന് എന്താ അറിയില്ല, ഒക്കെ കണ്ടൊക്കെ ഫ്രഷ് ജീവനോടുള്ള സാധനങ്ങൾ. ഓരോ ദിവസം ഓരോ മാതിരിയാണ്, വരുന്ന മാതിരിയാണല്ലോ. മീൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ, നമുക്ക് എപ്പോഴും എന്താ പറയുക, അങ്ങനെ പറയാൻ പറ്റൂലല്ലോ. അപ്പം കിട്ടുന്നത് നല്ല രീതിയിൽ കിട്ടും. വിലേൻ്റെ ഒക്കെ കാര്യം അങ്ങനെ തന്നെ. ഒരുപാട് മീൻ കിട്ടുമ്പോൾ വില സ്വാഭാവികമായിട്ടും കുറവായിരിക്കും. മീൻ കുറയുമ്പോൾ വില കൂടും. അതേമാതിരി തന്നെയാണ് ജീവനുള്ള മീനിൻ്റെ കാര്യമൊക്കെ തന്നെ. മാർക്കറ്റിൽ എവിടെ പോയാലും, ഹാർബറിലെ മാർക്കറ്റിൽ എവിടെ പോയാലും മീൻ കിട്ടുന്ന അവൈലബിലിറ്റി അനുസരിച്ചിരിക്കും അവിടുത്തെ കാര്യങ്ങൾ. കണ്ടല്ലോ, ഇന്നിപ്പോൾ ഉടുമ്പസ്രാവുണ്ട്. ഇപ്പോൾ ഇത് കണ്ടിട്ട് നാളെ ഇപ്പോൾ ചിലപ്പോൾ ഉടുമ്പസ്രാവ് ദിവസം ഉണ്ടാവണമെന്നൊന്നുമില്ല. അന്നന്ന് കിട്ടുന്ന സാധനങ്ങൾ കിട്ടും, അത്രേ പറയാൻ പറ്റുള്ളൂ. ചിക്കൻ ഷോപ്പൊന്നും അല്ലല്ലോ ദിവസവും ചിക്കൻ കിട്ടുന്ന ആ രീതിയിൽ. അല്ല, നല്ല അടിപൊളി ഉടുമ്പസ്രാവാണ്. അതിനായിട്ട് കട വേറൊരു കച്ചവടം നടക്കുന്നുണ്ട് കേട്ടോ. അതല്ലേ നമ്മളെ കല്ലിനുള്ളത് കിട്ടുന്നൊരു കോരവർഗ്ഗം, കോരല്ല, അതിൽ നമ്മളെ ഏരിയൊക്കെ ഇല്ല, അങ്ങനത്തെ ടൈപ്പ് ഏരിയല്ല, അതിൽ പെട്ടൊരു മീനാണ്. നല്ല നെയ്യൊക്കെ ഉള്ള സാധനമായിരിക്കും കേട്ടോ. ഇപ്പോൾ 2 വാങ്ങിയിട്ടുണ്ട്. ആ കട്ടിങ്ങിന് അങ്ങോട്ട് പോയിട്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പോയി നോക്കാം. കട്ടിങ് തുടങ്ങി ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ മീൻകാർ വണ്ടിയിലുള്ള സാധനങ്ങളൊക്കെ നമ്മൾ നേരത്തെ കണ്ട ഇരുമീനൊക്കെ പാക്ക് ചെയ്ത് അവർ പോവാണ്.
അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട മീൻ ഒരു കട്ടിങ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കുറച്ച് കാഴ്ചകൾ കാണാം. മീൻ കട്ടിങ് ഒരു രസമുള്ള കാഴ്ച തന്നെയല്ലേ. വേറെ വേസ്റ്റ് ഭക്ഷണം കഴിക്കാത്ത മീനാ. വൃത്തിയുള്ള മീനാണല്ലേ. കല്ലിനുള്ളിൽ വരുന്ന ആ പുഴമീനാ, പുഴമീനാ. ആ അമൂറിനെ പോലെ തന്നെ അല്ലേ. ചൂണ്ടക്കാരുണ്ടായിരുന്നല്ലോ, തോണിക്കാരല്ലേ? തോണിക്കാർ തന്നെ ആയിരിക്കും. നല്ല നെയ്യുണ്ട്. അതങ്ങനെ കട്ട് ചെയ്യട്ടെ. അപ്പം അതിൻ്റെ ഇടയ്ക്കാണ് കുറച്ച് നാരഞ്ചമീൻ വന്നിട്ടുണ്ട് പറഞ്ഞു. നാരഞ്ചമീനും ഒരു ചെറിയ തെരണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ചേ വന്നിട്ടുള്ളൂ നാരഞ്ചമീൻ. ഇതൊരു തുണിയിൽ വന്നതാ. പൂവാലം പിന്നെ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഓരോ തോണിയിൽ ഇങ്ങനെ ഇന്ന് അതിൻ്റെ ഒരു കച്ചവടമാണ്. പക്ഷെ നാരം കുറച്ചേ വന്നിട്ടുള്ളൂ. എല്ലാത്തിനും അതന്നെ ശല്യം തന്നെ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ചെരികൾ നമ്മളെ മെത്തലില്ലേ, അത് കുറച്ച് വന്നിട്ടുണ്ട്. അതൊന്ന് കുറവാകുന്നു. മറ്റു കുറേ തോണിയിലൊക്കെ എല്ലാത്തിനും ചെമ്മീനാക്കി ഇതിൽ നെത്തലുമായിട്ട് സാധനങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പം ബോട്ടുകാർക്ക് മൊത്തം കിളിമീനാണല്ലോ. നമ്മളെ പുയ്യാപ്പളക്കോര, ഇവിടെ പുയ്യാപ്പളക്കോര എന്നാട്ടോ പറയാം. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ബോട്ടുകാർക്ക് എവിടെ പോയാലും ഇത് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ജാഗ്രത, പിന്നെ വളത്തിനുള്ള മീൻ, അതൊക്കെ എങ്ങനെ പണി നടക്കുന്നുണ്ട്. നമുക്ക് നല്ല ഇതിനകത്ത് അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കാമല്ലോ. പെട്ടിക്കണക്ക് ലോക്കൽ മാർക്കറ്റിലൊക്കെ 100 രൂപയ്ക്കാണ് എന്ന് തോന്നുന്നു പുയ്യാപ്പളക്കോരക്കില്ല, അത്രയും സാധനം കിട്ടുന്നുണ്ട്. അപ്പോൾ എന്താ രാവിലെ വന്നാലേ ഞാൻ വലിയൊരു ചായയും കുടിച്ച് എല്ലാവരും അവസാനിപ്പിക്കട്ടെ കേട്ടോ. ഒരു പൊരിച്ച പത്തിരി വാങ്ങിയിട്ട് അത് കുടിച്ച് പരിപാടി അങ്ങോട്ട് തീർക്കട്ടെ. അപ്പോൾ അങ്ങനെ പുതിയാപ്പ ഹാർബറിലെ വിശേഷങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ എന്തായാലും നല്ല വീഡിയോ ആയിട്ട് അവസാനിപ്പിക്കട്ടെ കേട്ടോ. എല്ലാവരും ഒന്ന് ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ഷെയർ ചെയ്ത് വിട്ടേക്കട്ടെ വീഡിയോസൊക്കെ. അപ്പോൾ ശരി, അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.